ഇപ്പം ഞാൻ അനൂപിച്ച മോഹനൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് +2 കഴിഞ്ഞിട്ടുള്ള ഏവിയേഷൻ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു റിവ്യൂ ആണ്. ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് സ്റ്റുഡൻസ് എല്ലാവരും എൻക്വയറി ചെയ്യാറുണ്ട്. ഇനി +2 കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏത് ഏവിയേഷൻ കോഴ്സ് പഠിക്കണം, അതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഉണ്ട്, പഠിച്ചാൽ ജോലി കിട്ടുമോ, അങ്ങനത്തെ എല്ലാ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അന്നേരം എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അതിന് പ്രധാനമായിട്ടുള്ള ഏവിയേഷൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാട്ടയുടെ കോഴ്സുകൾ, അയാട്ടയുടെ ഡിപ്ലോമ, എയർലൈൻ ഡിപ്ലോമകളൊക്കെ ഒരുപാട് പേര് എടുക്കാറുണ്ട്. അന്നേരം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എയർ ഹോസ്റ്റസ് ആയിട്ടുള്ള ജോലികൾക്ക്, ഫ്ലൈറ്റ് സ്റ്റുവാർഡ്, എയർപോർട്ടിൽ തന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്, പാക്സ്, കാർഗോ ഹാൻഡ്ലിങ്, അങ്ങനത്തെ ഉള്ള സംവിധാനങ്ങൾ, അങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഈ അയാട്ട എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയാട്ട എന്ന് പറയുന്ന ഒരു കോഴ്സ് ഈ ജോലിയുടെ ചെയ്യുന്നതിനൊന്നും ശരിക്കും ഒരു ഏവിയേഷൻ കോഴ്സാണ്. എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ്, അല്ലെങ്കിൽ വിമാനത്തിനുള്ളിൽ എയർ ഹോസ്റ്റസ് ഒക്കെ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് എയർലൈൻ ഡിപ്ലോമ എന്നൊക്കെ പറഞ്ഞ അയാട്ട എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ. പിന്നീട് അടുത്ത് പറയാൻ വേണ്ടിയുള്ളത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾ, അതായത് റിപ്പയർ ചെയ്യുന്ന ആൾ, അതാണ് എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ്. അതായത് DGC, ഇന്ത്യയിലാണെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, DGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജിൽ വേണം നമ്മൾ ഈ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് പഠിക്കാനും വേണ്ടിയുള്ളത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് അല്ല, അതായത് വിമാനം ഉണ്ടാക്കുന്ന കമ്പനികളുടെ അതിൻ്റെ ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, ഏവിയോണിക്സ് അങ്ങനത്തെ ഉള്ള കാര്യത്തെക്കുറിച്ചുള്ള പഠനമാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് വിമാനം ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഉണ്ടാക്കുന്ന എഞ്ചിനീയർമാർ എയറോനോട്ടിക്കൽ എന്നും, റിപ്പയർ ചെയ്യുന്ന എഞ്ചിനീയർമാരെ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർമാരെന്നും പറയുന്നുണ്ട്. ഈ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസിനകത്ത് തന്നെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഹെവി എയർക്രാഫ്റ്റ്, ലൈറ്റ് എയർക്രാഫ്റ്റ്, അങ്ങനത്തെ ഉള്ള ലൈസൻസിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എയറോനോട്ടിക്കൽ ആകുമ്പോഴത്തേക്ക് അങ്ങനൊന്നും ഇല്ല, അവർക്ക് കോമൺ ആയിട്ടുള്ള പഠിത്തമാണ് അവർ പഠിക്കുന്നത്. പിന്നീട് ഇനി അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസം. എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റർ, എയറിലൂടെ പോകുന്ന വാഹനങ്ങളെക്കുറിച്ചൊരു കൂടുതലായിട്ട് പഠിക്കുന്നത്. എയറോസ്പേസ് എന്ന് പറയുമ്പോൾ എയറോ എന്ന് വെച്ചാൽ എയറിലൂടെ പോകുന്ന വാഹനങ്ങൾ. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ്, അതായത് സ്പേസിലൂടെ പോകുന്ന വാഹനങ്ങൾ, അതായത് സ്പേസ് ക്രാഫ്റ്റ്, സാറ്റലൈറ്റ്, റോക്കറ്റ്, ഇങ്ങനത്തെ ഉള്ള സംവിധാനങ്ങൾ. അതാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അന്നേരം ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗുമായിട്ടുള്ളത്. പിന്നീട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇന്ത്യയിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴത്തേക്കും AICTEയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകൾ വേണം നമ്മൾ ചൂസ് ചെയ്യാനും വേണ്ടിയുള്ളത്. ശരിക്കും ഇന്ത്യയിൽ IIT, MITയിലൊക്കെ എയറോനോട്ടിക്കലിൻ്റെ, എയറോസ്പേസിൻ്റെ ഒക്കെ കോഴ്സുകളുണ്ട്. അത് ഈ ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ മുഖാന്തരമാണ് അത് എടുക്കുന്നത്. അന്നേരം അങ്ങനെ കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്, പണ്ടത്തെ കണക്കൊന്നും അല്ല, ഇഷ്ടംപോലെ കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിനകത്ത് ശരിക്കും അത് എയറോനോട്ടിക്കലിൻ്റെയും ആസ്ട്രോനോട്ടിക്കലിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. എയർ എന്ന് പറഞ്ഞാൽ എയർ, ആസ്ട്രോനോട്ടിക്കൽ, രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടുമാണ് എയറോനോട്ടിക്കൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പറയാനും വേണ്ടിയുള്ളത്. എയറോനോട്ടിക്കൽ എന്ന് പറയുമ്പോൾ അത്രയൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓഫ് ദി എഞ്ചിനീയറിങ്ങിൻ്റെ രാജാവ് എന്നൊക്കെ പറയുന്നത് എയറോസ്പേസ് ആണ്, എയറോനോട്ടിക്കൽ അല്ല. കൂടുതൽ പഠിക്കാനുള്ളത് എയറോസ്പേസിൽ തന്നെയാണ്. പിന്നെ മാത്രമല്ല പല യൂണിവേഴ്സിറ്റികളിൽ എയറോസ്പേസിന് ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് കൊടുക്കാറുണ്ട്. അതായത് ഞാൻ പഠിച്ചപ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു. അതായത് എയറോസ്പേസിനകത്ത് തന്നെ ഏവിയോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചുണ്ട്. അതായത് ഏവിയേഷൻ ഇലക്ട്രോണിക്സിനെ കുറിച്ച് മാത്രം പഠിക്കുന്നവരുണ്ട്. പിന്നെ എയർക്രാഫ്റ്റ് ആൻഡ് റോക്കറ്റ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് മാത്രം പഠിക്കുന്നവരുണ്ട്. പിന്നെ എൻജിൻ ഡിസൈനർമാരുണ്ട്. അങ്ങനെ പല ബ്രാഞ്ചുകളായിട്ട് പഠിക്കുന്നുണ്ട്. അന്നേരം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും സ്റ്റഡീസ് വരുന്നത്. അങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിക്കുന്നത് നല്ല കോളേജുകളുണ്ട്, നല്ല ഇതൊക്കെയാണ്. എന്നാലും നമ്മളെ കേരളത്തിൽ, തമിഴ്നാട് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് അവരുടെ എഡ്യൂക്കേഷൻ അത്ര നിലവാരം അത്ര പുലർത്തുന്നു നമുക്ക് പറയാനൊന്നും പറ്റില്ല, അതൊരു സത്യമാണ്. ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ക്യാറ്റിയ, അല്ലെങ്കിൽ ഓട്ടോകാഡ്, കോമ്പസ് അങ്ങനത്തെ ഉള്ള സോഫ്റ്റ്വെയറുകൾ, സോളിഡ് വർക്ക്സ്, ഇതിനകത്തൊന്നും ഒരു ബേസിക് നോളജ് അവർക്ക് കാണത്തില്ല. അവരത് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം കോഴ്സായിട്ട് ചെയ്ത് പഠിക്കുകയാണ്. പക്ഷേ ശരിക്കും വിദേശത്തുള്ള കോളേജുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സംഭവമാണ് ഈ ക്യാറ്റിയ, ഓട്ടോകാഡ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ. അന്നേരം അത് ഒരുപാട് അഡ്വാൻറ്റേജാണ് ശരിക്കും ഭാവിയിലോട്ട് വരുമ്പോഴത്തേക്കും വിദേശത്ത് പഠിക്കുന്നത്. അന്നേരം ഈ ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് പഠിക്കാനും വേണ്ടി സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ അല്ല യൂറോപ്യൻ കൺട്രീസ്, കാനഡ, US, UK അങ്ങനത്തെ ഉള്ള നല്ല രാജ്യങ്ങളിൽ പോയിട്ട്
ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മീൻസ് യൂറോപ്യൻ യൂണിയനിലൊക്കെ ഉള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അവിടെ പഠിച്ചിട്ട് അവിടെ തന്നെ ജോലി ആവാൻ വേണ്ടിയൊരു സാധ്യത കൂടുതലാണ്. ഇന്ത്യയിൽ മോശം എന്നല്ല പറയുന്നത്, എന്നാലും അവിടെ ആകുമ്പം കുറച്ചുകൂടെ ഓപ്പണിങ്സ് ഒരുപാട് കൂടുതൽ കിട്ടുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടും നമ്മുടെ നാടിനെ അപേക്ഷിച്ച്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് കൊണ്ട് ഫോറിൻ സ്റ്റഡീസ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പം തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പഠിക്കാനും ഈസിയായിട്ട് ലൈസൻസ് എടുക്കാനും വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വിദേശത്ത് പഠിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മളെ നാട്ടിൽ ശരിക്കും AME ലൈസൻസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, എന്നിരുന്നാലും അത് പക്ഷേ അത് ഇന്ത്യയിൽ മാത്രം വാലിഡായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട്, മറ്റേത് ഈസിയായിട്ട് ലൈസൻസ് എന്ന് പറയുമ്പോൾ ലോകം മൊത്തം വാലിഡായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അതാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. ആ ഒരു ഈസിയായിട്ട് ലൈസൻസ് കിട്ടാനും വേണ്ടി ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പഠിക്കുന്നതാണ്. അത് പഠനത്തോടൊപ്പം തന്നെ ഈസിയായിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. അല്ലെങ്കിൽ പുറത്ത് പല ഈ സ്റ്റുഡൻസിന് വേണ്ടി കോഴ്സുകൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളും വിദേശത്തുണ്ട്. അന്നേരം അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണം കാണാൻ. കാര്യം പഠിത്തം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി, പ്ലസ് ഹാങ്ങറിലും ബേസിലും വർക്ക് ചെയ്യാനും വേണ്ടിയുള്ള യോഗ്യതയും കൂടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിരീടത്തിന് മുകളിലൊരു പൊൻതൂവലെന്നൊക്കെ പറയുന്ന കണക്ക് അത്രയ്ക്കും നല്ലൊരു അഡ്വാൻറ്റേജ് ഇത് മുഖാന്തരം കിട്ടും. പറയാനും വേണ്ടിയുള്ളത് ജോലി സാധ്യതകളെക്കുറിച്ചാണ്. എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിങ്, അതും അല്ലെങ്കിൽ AME ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ജോലി സാധ്യത ഉണ്ടെന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏവിയേഷൻ കോഴ്സുകൾ ഏതെടുത്താലും, ഇനിയിപ്പോൾ IATA എടുത്തെന്ന് പറഞ്ഞാൽ ഒരു 90-ൽ 10% പേർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളതായിട്ട്, അതേ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നത്. അതൊരു സത്യമാണ്. വേണമെങ്കിൽ 10-20% വേണമെങ്കിൽ പറയാം, അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ കൂടെ പഠിച്ച തന്നെ ഈവൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോണറബിൾ ഡിഗ്രിയോടുകൂടി പാസ്സായിട്ടുള്ള, പക്ഷെ അവരൊക്കെ വേറെ രീതികളിൽ വേറെ മേഖലകളിൽ നന്നായിട്ട് രക്ഷപ്പെട്ടെങ്കിലും അവർ ഏവിയേഷൻ ഫീൽഡിൽ നിന്ന് മാറിപ്പോയി, വ്യതിചലിച്ചു പോയി. പിന്നെ പക്ഷേ എന്നാൽ അല്ലാത്ത ഒരുപാട് പേര് ഇപ്പം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ബൊമ്പാഡിയറിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നല്ല ഇടത്ത് ജോലി ചെയ്യുന്നവരുമുണ്ട്. അന്നേരം പിന്നെ ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കോഴ്സുകളെ വെച്ചിട്ടൊരു ശകലം കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എല്ലാവരും. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസിന് പോകട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പോകണ്ട എന്ന് പറയില്ല. കാര്യം ജോലി കിട്ടാത്തവർ ഒരുപാടുണ്ട്, ഫീൽഡ് ഔട്ടായി നിൽക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളിൽ ജോയിൻ ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫീൽഡിലോട്ട് പിടിച്ചു കയറാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനതിനെ റെക്കമെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ പോകാനും വേണ്ടി തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. കാര്യം നമ്മളൊക്കെ അങ്ങനെ അത് പഠിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. അന്നേരം പിന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ AME നാട്ടിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഗൾഫിൽ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ലൈസൻസ് പ്രോഗ്രാമാണ്, അല്ലാതെ ഒരു ബാച്ചിലർ ഡിഗ്രിയോ കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം ബാച്ചിലർ രീതിയിലും അത് ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. പല യൂണിവേഴ്സിറ്റികളും ഒരു ഡിഗ്രി ആയിട്ട് കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാലും അത് പൊതുവേ അതൊരു ലൈസൻസ്ഡ് പ്രോഗ്രാമാണ്. അവർക്ക് ഒരു DGCയുടെ ലൈസൻസാണ് കിട്ടുന്നത്. ശരിക്കും ഈ ലൈസൻസ് വിദേശ രാജ്യങ്ങളിലൊന്നും വാലിഡൊന്നുമല്ല. ആ ലൈസൻസ് കൊണ്ട് നമുക്ക് ഇപ്പം UAEയിലോ അല്ലെങ്കിൽ ഗൾഫിലോ അമേരിക്കയിലോ പോയിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് ഈസ എന്ന് പറയുന്നിട്ടുള്ള അവരുടെ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക ആണെങ്കിൽ FAAയുടെ ലൈസൻസ് തന്നെ വേണം. അത് B1 B2 എന്നൊക്കെ പറഞ്ഞിട്ട് ലൈസൻസ് പ്രോഗ്രാമുണ്ട്. അത് കണക്ക് തന്നെ ഈ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കും ഈ ഒരു ലൈസൻസ് എടുത്തെങ്കിൽ മാത്രമേ ഈ മെയിൻ്റനൻസ് സെക്ടറിലും ഇവിടുത്തെ പല കമ്പനികളിലും വർക്ക് ചെയ്യണമെങ്കിൽ ഈ B1 അല്ലെങ്കിൽ B2 എന്ന് പറഞ്ഞ ലൈസൻസ് കമ്പൽസറിയാണ്. അന്നേരം അത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ വിദേശത്തൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈസിയായിട്ടൊക്കെ ലൈസൻസ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സിമ്പിളാണ്. പിന്നെ മാത്രമല്ല അവിടെ നിന്ന് ലൈസൻസ് എടുക്കുന്നത് ലോകത്തെവിടെയും വാലിഡ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന AMEയുടെ ലൈസൻസ് അത് എല്ലായിടവും ഒന്നും വാലിഡുമല്ല. ഈ പലരും ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് പഠിച്ചിട്ട് പിന്നീട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ലൈസൻസിനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുക. B1 B2 എന്ന ലൈസൻസിന് വേണ്ടി അതുകൂടെ പഠിക്കേണ്ടി ഇരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല
ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് സാധ്യതകൾ അന്നേരം തുറന്നു കിട്ടും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ കൂടിയും ലൈസൻസ് എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ എയറോനോട്ടിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് ഈ AMEയുടെ സബ്ജക്റ്റ് പോയി പഠിച്ച് സ്വന്തമായിട്ട് ഫീസ് അടച്ചിട്ട് പരീക്ഷ എഴുതല്ലാതെ ഇപ്പം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ പഠനത്തിൻ്റെ കൂടെ ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പഠിക്കാനും വേണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം 70% എൻ്റെ പാസിംഗ് പെർസെൻറ്റേജ് വരുന്നത്. അന്നേരം അത് കരുതി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിദേശത്താകുമ്പം കുറച്ചും കൂടി സിമ്പിളാണ് ഈ ലൈസൻസ് എടുക്കാനും വേണ്ടിയുള്ളത്. ഇൻറ്റേൺഷിപ്പായിട്ട് തന്നെ കിട്ടാറുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അതല്ലെങ്കിൽ ഈ ബാച്ചിലർ കഴിഞ്ഞതിന് ശേഷം എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എറോസ്പേസ് കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സിന് പോവുക. മാസ്റ്റേഴ്സിന് പോയതിന് ശേഷം PhD അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് സാലറിയോടുള്ള ജോലിക്ക് കിട്ടാനും വേണ്ടിയുള്ള സാധ്യതകൾ പിന്നെയും കൂടി വരും, കൂടുതൽ പഠിക്കാമെങ്കിൽ. ഇതൊന്നും അല്ല രസം. നമ്മുടെ ഇപ്പം കമ്പനി എടുത്താലും ബോയിങ് ആയാലും എയർബസ് ആയാലും പറഞ്ഞാലും ഈ എയറോനോട്ടിക്കൽ പോലും പഠിക്കാത്തവന്മാരാണ് ഇവിടെ കൂടുതലും ജോലി ചെയ്യുന്നത്. ശരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ISROയിലൊക്കെ വേക്കൻസി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് എപ്പോഴും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാവർക്കും വേക്കൻസി ഉണ്ട്. എയറോനോട്ടിക്കലിൻ്റെ ഒന്നും വേക്കൻസി പോലും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറി. നമ്മളെ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് എയറോനോട്ടിക്കൽ, ഏവിയേഷൻ കോഴ്സ് എന്താണ്, അങ്ങനത്തുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ചോദിച്ചാലും അവർക്ക് പറഞ്ഞുകൂടായിരുന്നു, എന്തുവാന്ന് പറഞ്ഞുകൂടായിരുന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ റോങ് ആണ്. അന്നേരം ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോഴും എയറോനോട്ടിക്സ് പഠിച്ചിട്ടുള്ള ആൾക്ക് ഇങ്ങനെ B1 B2 ലൈസൻസ് എടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഹാങ്ങറിലും ബേസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുറത്ത് ചെന്നാലെന്നൊക്കെ അറിയാവുന്നവരിപ്പം പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെ കൂട്ടത്തിലും കുറവാണിതും. ഒരു പോരായ്മയായിട്ട് തന്നെ പറയാം. പിന്നീട് അന്നേരം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളിൽ ഈ ലൈസൻസ് ഒന്നും നെസസറി ഒന്നുമല്ല. പക്ഷേ മെയിൻ്റനൻസ്, ഹാങ്ങർ ബേസ്, അതായത് നിയമപ്രകാരം ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിന് ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് ഡിസൈനറാവാം, മാനുഫാക്ചറിങ് എഞ്ചിനീയർ ആവാം, അങ്ങനത്തെ ഒരുപാട് എഞ്ചിനീയർമാരാവാൻ പറ്റുമെങ്കിലും പക്ഷേ വിമാനത്തിൻ്റെ ഹാങ്ങറിൽ പോയി വിമാനത്തിൽ തൊടുകയോ റിപ്പയർ ചെയ്യുകയോ പണിയുകയോ ചെയ്യണമെങ്കിൽ ലൈസൻസ് ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ വ്യത്യാസം. ഇത്രയൊക്കെ കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുക. എനിക്കറിയാവുന്ന അറിവുകളാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഇനിയിപ്പോൾ എനിക്കറിയാൻ വയ്യാത്തതാണെങ്കിൽ അടുത്തെങ്കിലും ചോദിച്ചിട്ട് റിപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ വേറെ അടുത്തെങ്കിലും ചോദിക്കുക. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.